ഇന്നൊരു നടിയിൽ പലതരത്തിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ജീജ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതൊരു കുപ്പിയാണ്. വേസ്റ്റ് കുപ്പികളൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുപ്പി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് വിത്തുകളൊക്കെ പാകാം. അപ്പോൾ ഒരു ഹോളിട്ട് കൊടുത്താൽ മതി നമ്മുടെ ഈ ടോപ്പിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഫില്ല് ചെയ്യണത് നമ്മുടെ ചകിരി കമ്പോസ്റ്റും മണ്ണ്, മണൽ, അതുപോലെ വളങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ചാണപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ അങ്ങനെ ഏത് വളം ഉണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാം നമ്മുടെ കമ്പോസ്റ്റിക്കോടെ. പിന്നെ നമുക്ക് ഒരു ചിരട്ടകളുണ്ടെങ്കിൽ അതും കളയണ്ട. ഇതുപോലെ ഹോൾ ഇട്ടിട്ട് അതിലൊരു നമ്മുടെ ഇഷ്ടിക മുറിയോ അല്ലെങ്കിൽ ഓട്ടുമുറിയൊക്കെ ഒരെണ്ണം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റായിട്ടുള്ള ചിരട്ടകളും കുപ്പികളിലൊക്കെ നമുക്ക് വഴുതന തൈകളോ അല്ലെങ്കിൽ മുളക് തൈയോ അതുപോലെ വിത്തുകളൊക്കെ നമുക്ക് ഇതിൽ പാവി മുളപ്പിക്കാം. ഗ്രോ ബാഗ് അല്ലെങ്കിൽ വേറെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കിച്ചൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെച്ച് മുളപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എളുപ്പവുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിൽ മണ്ണും മണലും അതുപോലെ വളങ്ങളും വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കുപ്പികളിലേക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് തൈ നട്ടും വളർത്തി ഇത് ഞാൻ കാണിച്ചു തരാം, മുളകുണ്ടായി നിൽക്കുന്നതും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് വിത്ത് എടുത്തിട്ട് മുളക് വിത്തിനെ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അല്ലാതെ അത് നമ്മൾ അരി അങ്ങനെ അതിൻ്റെ മുളകിൻ്റെ അരി നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നില്ല. അതങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു തരാം. അപ്പോൾ അതൊരു ചെറിയ ഫുള്ളായിട്ട് നമ്മളുടെ കട്ടയായിട്ടായിരിക്കും മുളയ്ക്കുക. പക്ഷെ അങ്ങനെ മുളച്ചാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിനെ വിടർത്തിയെടുത്ത് സെപ്പറേറ്റ് ആക്കിയാൽ മതി. ഒരു കേടും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഓരോന്നായിട്ട് ഭാഗ്യം മുളപ്പിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇതുപോലെ മുളകിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് മുളയ്ക്കുമ്പോൾ ഒരുമിച്ച് മുളയ്ക്കുന്നേ ഉള്ളൂ. പക്ഷെ കേടൊന്നും വരത്തില്ല. നമ്മളിവിടെ എപ്പോഴും സ്ഥിരം ഞാൻ ചെയ്യുന്നതാണ്. എല്ലാ വിത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. വഴുതനയൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി തിരിച്ചെടുത്താൽ മതി. ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് നമുക്ക് മുളപ്പിക്കാം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ചിരട്ടയിൽ മുളപ്പിക്കുന്നതും ഇതുപോലെ തന്നെ വളങ്ങളൊക്കെ കമ്പോസ്റ്റും ഇതൊക്കെ നമുക്ക് എപ്പോഴും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് കമ്പോസ്റ്റും കുറച്ച് എല്ലുപൊടി, വേപ്പുമിണ്ണാക്ക് ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ മുളപ്പിക്കാനായിട്ട് ഇതുപോലെ ചിരട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുപ്പികൾ, നമ്മുടെ ഇഷ്ടം പോലെ കുപ്പികൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ വേസ്റ്റ് കുപ്പികൾ, അതിൽ നമുക്ക് തൈകളും വെക്കാം. അപ്പോൾ ഇതുപോലെ ചിരട്ടയിൽ നമ്മൾ ഒരുമിച്ച് പാവി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പാവി മുളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈകളും കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിരട്ടയിലെ പാവൽ കഴിഞ്ഞു, കുപ്പിയിലും പാവി വെച്ചു. അപ്പോൾ രണ്ടും നമ്മൾ പാവി മുളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുപ്പിയിൽ തന്നെ തൈ വെക്കുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ തൈ വെക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ കുപ്പിയിലെയും ചിരട്ടയിലെയും എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വീടുകളിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ എളുപ്പമാണ്. തൈകൾ മുളപ്പിക്കാനൊക്കെ എപ്പോഴും മേടിക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന മുളകായാലും നമുക്ക് പാവി മുളപ്പിക്കാം. ഇനി അടുത്ത് നമ്മൾ കുപ്പി ഇതുപോലെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു വള്ളി ഇട്ട് കെട്ടാം. കെട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിട്ട് തൈകൾ വെച്ച് തൈ മുളപ്പിച്ച് മുളക് ഇതിൽ നമ്മൾ പറിച്ച് നടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് നന്നായി മണ്ണിട്ട് കൊടുക്കാം, അതുപോലെ വളങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വള്ളി കെട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് കമ്പിയുമേ കെട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ വളങ്ങളും ചേർന്ന മണ്ണാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. വളങ്ങളും എല്ലാം ചേർത്ത മണ്ണാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു തൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ തൈ വെച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് മുളകും തൈയൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് നുള്ളി കൊടുക്കണം. അപ്പോൾ അത് ബുഷിയായിട്ട് വളരും, അല്ലെങ്കിൽ അത് നീണ്ടു പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂമ്പ് വരുമ്പോൾ ആ കൂമ്പ് നുള്ളി കഴിഞ്ഞാൽ അവിടുന്ന് ഇളപ്പ് വരും. എപ്പോഴും കാന്താരിയൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ എരിവുള്ള മുളക് അതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കൂമ്പ് നുള്ളി കൊടുത്താൽ ബുഷിയായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും ചെയ്യും. നമുക്ക് ആവശ്യത്തിനൊക്കെ മുളക് കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്ത ഒരു മുളക് തൈ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ കെട്ടിയിടാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തന്നതാണ്. ഇതുപോലെ നമുക്ക് സൈഡുകളിലൊക്കെ കമ്പി ഉണ്ടെങ്കിൽ അതിലൊക്കെ കെട്ടി കൊടുത്താൽ മതി. ഇതുപോലെ വള്ളിയിട്ട് കെട്ടി കൊടുത്താൽ അവിടെ നിന്നോളൂ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല.
പിന്നെ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് തെളിക്കാനായിട്ടൊരു വളം ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളത് തന്നെയാണ്. അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മിളകിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയും പിന്നെ ഇപ്പോൾ ഓട്സ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും, നമ്മളൊക്കെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ ഓട്സൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവും. അതിൽ നിന്ന് 1 ടീസ്പൂൺ മതി, അധികമൊന്നും വേണ്ട. നമുക്ക് ഈ കാപ്പിപ്പൊടിയിൽ ഓട്സ് ഇട്ടിട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചൊറുക്ക ഒഴിക്കുന്നുണ്ട്. ചൊറുക്കയും ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം, ഒരു 2 ദിവസം നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ചൊറുക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ചെറിയ ടീസ്പൂൺ മതി, അധികമൊന്നും വേണ്ട. അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. 2 ദിവസം വെക്കണം. വെച്ച് കഴിഞ്ഞാൽ അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ കുപ്പിയിൽ വെച്ച വേറൊരു മുളകാണ്, കാന്താരി മുളക്. കണ്ടോ, ഇത് പൂവൊക്കെ ഇട്ട് തുടങ്ങി, അത് മുളകും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുപ്പിയിലും വെച്ച് കൊടുക്കാം. ഇപ്പോൾ വലിയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തൈകളാക്കാം. അപ്പോൾ നമുക്ക് വലിയ കുപ്പികളിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇങ്ങനത്തെ കുപ്പിയിലും വെച്ച് കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ കിട്ടും. കൃഷിക്കല്ല, നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കാണിച്ചു തന്ന നമ്മളുണ്ടാക്കുന്നത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമല്ലോ, അതൊക്കെ ഈ കുപ്പികളിൽ വെച്ച് കൊടുക്കണേ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അതുപോലെ ലിക്വിഡായിട്ട് ഈ കുപ്പികളിൽ നമുക്ക് വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം നമ്മളുണ്ടാക്കിയ ഇതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വേഗം പൂവിടാനും അതുപോലെ തന്നെ കേടുവരാതിരിക്കാൻ അതിൽ ആ ചൊറുക്കിയൊക്കെ ഒഴിച്ചാണ് കാരണം കീടങ്ങളുടെ ശല്യവും വെള്ളീച്ചയുടെ ശല്യമൊക്കെ കുറവായിരിക്കും. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. പിന്നെ നമ്മുടെ ചെട്ടുമല്ലി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നാടൻ ചെട്ടുമല്ലിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ചെറിയ കവറുകളിൽ, കുപ്പികളിലെ ചിരട്ടയിലൊക്കെ വെച്ച് ഇതുപോലെ വെച്ച് മുളകിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ലൈക്ക് ചെയ്ത് ഷെയറൊക്കെ ചെയ്തോളൂ.